അമ്മാവന്റെ കുടുംബശ്രീയുടെ അമ്മാവന്റെ മൊബൈലിലേക്ക് ഒരു കുടുംബശ്രീയുടെ ടീം അയച്ചു. ഞങ്ങള് ഒരുപാട് റീഡ് കണ്ടില്ലേ? അമ്മാവന്റെ കുടുംബശ്രീ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ഒരു തമിഴ് സിനിമയിൽ ഞാനും റേണു ഒരു പ്രധാന കഥാപാത്രം. അതിന്റെ കാര്യങ്ങൾ രേണു സൈബർ അറ്റാക്ക് കുറെ നേരിടുന്ന ആളാണ്. പക്ഷെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാം ഗുണമായിട്ട് ഞാൻ കാണും. ഞങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഗുണമായിട്ട് ഞാൻ കാണും. 4ാമത്തെ മലക്കം പറഞ്ഞ തെരയിലേക്ക് കയറി ഇവളാണെങ്കിൽ 36 കിലോ, 38 കിലോ ഇവളെ തെര കൊണ്ടു. ഈ ഒരു റീല് അപ്ലോഡ് ചെയ്ത ശേഷം ഒത്തിരി ആൾക്കാർ ചർച്ച ചെയ്ത ഒരു കാര്യമാണല്ലോ. എന്താണ് വൈഫിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം? ഞങ്ങൾ റീൽസ് ചെയ്യുന്നതിന് മുമ്പ് രേണുവിന് കൂടിയാണ് റീൽസ് ചെയ്യുന്നത്. അതുപോലെ രേണുവിനെ അവളെ വീഡിയോ കോൾ ചെയ്ത വൈഫ് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അവളെ പറഞ്ഞിട്ടുണ്ട്. റീൽസ് ചെയ്യുന്നുണ്ട്, ക്യാമറ ഡിബിന്റെ മണ്ണ ക്യാമറ ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി എന്റെ പ്രേക്ഷകർക്ക് എന്താ റിയാക്ഷൻ എന്ന് അറിയണമെങ്കിൽ എനിക്കൊന്ന് പറയാം. ഇതാണ് എന്റെ മറുപടി. എല്ലാം ഇങ്ങനെ അല്ല എന്റെ മൂത്ത മോൻ എന്ത് പറയും, അല്ലാത്ത മോൻ മോൾ എന്ത് പറയും, എന്റെ അമ്മ എന്ത് പറയും, കാര്യങ്ങളാണ്. അത് ഞാൻ ഇനി അടുത്ത ക്വസ്റ്റിനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ടായിട്ടോ ചോദിച്ചത്. അതല്ല, എല്ലാവർക്കും റീൽസ് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും. എന്റെ അമ്മായിമ്മ കുടുംബശ്രീയുടെ മെമ്പറാണ്. എന്റെ അമ്മാവന്റെ മൊബൈലിലേക്ക് ഒരു കുടുംബശ്രീയുടെ ടീം അയച്ചു കൊടുത്തു. ഞങ്ങള് ഒരുപാട് റീഡ് കണ്ടില്ലേ? കുടുംബശ്രീ വീട്ടിൽ ഇരിക്കുമ്പോ എന്താ പറഞ്ഞ അല്ല ഞാൻ പറയാം, അത്രയും ഉള്ളോട്ട് റീൽ ഇറങ്ങി ചെന്നിട്ടുണ്ട്. റീൽസ് കണ്ടിട്ട് തമിഴ് പടം വരെ നമ്മളെ വിളിച്ചിട്ടില്ല. അതായത് ഒരു കോഴിക്കോടുകാരനായ ഒരു ഡയറക്ടറാണ്, പുള്ളിന്റെ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ഒരു തമിഴ് സിനിമയിൽ ഞാനും റേണും ഒരു പ്രധാന കഥാപാത്രം. അതിന്റെ കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. അത് എന്താ നെക്സ്റ്റ് വീക്ക് പുള്ളിനെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. കഥയും കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തന്നിട്ട്, പക്ഷെ കഥ ഇവിടെ പറയാൻ പറ്റില്ല. അതെ, പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു വർക്ക്സ് ഇതിന്റെ കൂടെ കിട്ടിയല്ലോ. തീർച്ചയായും പിന്നെ സന്തോഷം. പിന്നെ ആണ് അപ്പം ഇനി വെച്ചടി കയറ്റം എന്തായാലും ഉണ്ടാവട്ടെ. അത് മാത്രല്ല ദാസേട്ടാ, ഒത്തിരി പേര് ഇവിടെ റീൽ ചെയ്യുന്നുണ്ട്. ഇത് മാത്രം എനിക്ക് തോന്നുന്നു രേണു ചേച്ചി ആയതുകൊണ്ടായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ കാരണം ഇത് ഇങ്ങനെ ആയെന്ന് തോന്നുന്നുണ്ട്. എന്താ പറയാനുള്ളത്? അത് സൂര്യ പറഞ്ഞത് ശരിയാണ്. കുറെ ആൾക്കാർ റീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ഇതിനു മുമ്പ് ഇന്റർവ്യൂവിൽ കുറെ പറഞ്ഞു ദാസേട്ടൻ കൂടെ എന്തുകൊണ്ടാണ് ഈ ഫോളോവേഴ്സ് കുറഞ്ഞ ആൾക്കാർ റീൽ ചെയ്യുന്നത്. അതിന്റെ മറുപടി അവിടെ കൊടുത്തു. അഭിനയ സാധ്യത അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ലേഡീന്റെ. അവിടെ ഫോളോവേഴ്സ് കുറഞ്ഞ കൂടിയാൽ ശ്രദ്ധിക്കില്ല. പക്ഷെ ഇവിടെ രേണു ഒരു വിവാദ കഥാപാത്രമായതുകൊണ്ട്, അതായത് രേണു സൈബർ അറ്റാക്ക് കുറെ നേരിടുന്ന ആളായിരുന്നു. പക്ഷെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാം ചെറിയ വിവാദം എനിക്ക് തോന്നുന്നു ഇന്ന് വരെ വേറൊരു ഇപ്പം ഈ ഒരു സ്ഥാനത്ത് വേറെ ആരെങ്കിലാണ് ഈ റീല് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത്. അല്ലെ, ആസ് എ പേഴ്സൺ എനിക്ക് തോന്നുന്നത് ലേഡീസിനോട് റീൽ ചെയ്യുന്ന ഒരാളാണ്. രേണു ഇങ്ങനെ വിവാദങ്ങൾ കേട്ടു വന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുമിക്കുമ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് വോളുകളെയും പോസിറ്റീവ് വോളുകളെയും പണ്ട് ശങ്കരാടി സിനിമ പറഞ്ഞില്ലേ, പ്രതിക്രിയവാദികളെയും പ്രക്രിയവാദികളെയും ഒരു അതേപോലെയാണ് ആ രണ്ട് വാദികളും കൂട്ടമായിട്ട് ആക്കുന്നത്. ആ ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം ഞങ്ങൾ റീലിട്ടത്. അടുത്ത ചൊവ്വാഴ്ച ആഴ്ച വരെ ഞങ്ങളെ സംഗതിയാണ് യൂട്യൂബും ഫേസ്ബുക്കും ഫുള്ള്. സത്യം എല്ലാരും എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാര് അതൊരു ഗുണമായിട്ട് ഞാൻ കാണും. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. എന്റെ ഭാവിയില് എനിക്കൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത് ആണ്. പക്ഷെ ഇത് ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആളോട് നമ്മൾ പറയണതിൽ ഒരു സീൻ ഒന്ന് അന്വേഷിച്ച് കാണിക്കും. അവർ കാണിക്കില്ല. അതില് വലിയ കാര്യം എന്താ വെച്ചാല്, ഈ ഡ്രോൺ ക്യാമറ മുകളിൽ വെക്കുമ്പോൾ ഡ്രോൺ ക്യാമറ നമ്മൾ വെക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് സംവിധായകരോട് ദൂരോട്ട് മാറി ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ മുകളിൽ. അപ്പൊ അവിടെ നിന്ന് അവർ വിളിച്ചു വരുന്നത് ദാസേട്ടാ 3 മലക്കം മരണം, 4ാമത്തെ മലക്കം പറഞ്ഞ തെരയിലേക്ക് കയറി ഇവളാണെങ്കിൽ 36 കിലോ, 38 കിലോ ഇവളെ തെര കൊണ്ടു. പിന്നെ പൈപ്പിൽ വഞ്ചി ഇറക്കേണ്ടത് ആളെ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഭയങ്കര ടെൻഷൻ കാര്യമാണത്. എന്താ കടലിലേക്ക് മറയല്ലേ. 5ാമത്തെ മലക്കം പറഞ്ഞ നേരെ കടലിലേക്ക് ഉള്ളോട്ട്. ഞങ്ങൾ 4 മലക്കം ഇവിടെ പറയും. ഡ്രോണാണല്ലോ, ഡ്രോണാകുമ്പോ പറയുന്നത് ഡ്രോൺ മോളിന്ന് എടുക്കുന്നതുകൊണ്ട് ചെറിയ ടോക്കൊന്നും കേൾക്കൂല. അവിടെ എക്സ്പ്രഷൻ പേടിയാവും. അടുത്ത മലക്കം പറഞ്ഞ ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതല്ലാണ്ട് ഞങ്ങളെ ഡിബിൻ രമണനും ടീമൊക്കെ ഭയങ്കര അടിപൊളിയായി ഞങ്ങളെ അവന്റെ കാറിലൊക്കെ കൊണ്ടുപോയി ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി കടലിൽ ഇറങ്ങി മേലും പൂഴിയൊക്കെ ഇവരെ ഞങ്ങൾ ഇട്ടുപോയി. ആ മേല് പൂഴിയും വെള്ളമൊക്കെ ആയില്ലേ. വണ്ടി എന്റെ വിഗിലൊക്കെ വെള്ളം മറ്റേ പൂഴി കയറ്റി എന്റെ വിഗാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അതിനെനിക്ക് കുറവില്ല കേട്ടോ പറയുന്നതിൽ. എന്നിട്ട് ഞങ്ങള് രണ്ടുപേരും നനഞ്ഞിട്ട് നടക്കുക റോട്ടിന് മുകളിൽ. അപ്പൊ ഈ വെഡിങ്ങിന് വന്ന പ്രീ വെഡിങ് ഷൂട്ട് നടക്കുന്ന ആൾക്കാർക്ക്
ഏതോ ഒരു പടത്തിന് ഞങ്ങൾ കണ്ടാലും ഇവര് മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ ഒരു വണ്ടി കയറ്റി. കാരണം കാരണത്ത് കയറിയ മണല് വരും, മണലെല്ലാം വീഴത്തില്ലേ നനഞ്ഞ്.